നമസ്കാരം. റോന്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഷാഹി കബീർ എന്ന് പറയുന്ന ഇതിന്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡയറക്ടർ നാഷണൽ അവാർഡ് വിന്നിംഗ് റൈറ്ററാണ്. ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡയറക്ടറിലാണെങ്കിലും ശരി, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണെങ്കിലും ശരി, ഇപ്പോൾ നായാട്ടാണെങ്കിലും ഇലവീഴ കുഞ്ചരയാണെങ്കിലും ഇപ്പോ ദേ റോന്ത് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റോന്ത് ചുറ്റലാണ് നടക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മളറിയാം, നമുക്കൊക്കെ അറിയാം ഈ പോലീസ് ചീഫ് ഇങ്ങനെ റോന്തിട്ടിക്കൊണ്ടിരിക്കുന്നു, പല പ്രശ്നങ്ങൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. അതിൽ എന്ത് ഡിഫറൻസ് ആയിരിക്കും ഇത്തവണ ഷാഹി കബീർ നമുക്ക് തരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആൻഡ് ഈ സിനിമ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ആ പേര് തന്നെയായിരുന്നു, ഡയറക്ടറുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ പേര്. ഓഫ് കോഴ്സ് ഞെട്ടിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും തോന്നിയിട്ടുള്ളതും അതായിരിക്കും. ഇത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രമാത്രം എന്താ പറയുക, ഒരു പോലീസ് ക്യാരക്ടേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ വയലൻസ് മറ്റ് സംഭവങ്ങൾ വെച്ച് ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത് ചെയ്തു വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട്. ഇപ്പൊ നായാട്ടാണെങ്കിലും, നായാട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം നായാട്ടിന്റെ ആ സിനിമയായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റോന്ത്. പക്ഷെ നായാട്ട് പോലെയുള്ള ഒരു ആ സാധനമല്ല, പ്ലോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ ആ പറയുന്ന രീതി, അവരുടെ ആ ഒരു ഡേയും ഒരു നൈറ്റും ഈ ഒരൊറ്റ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ അവർ അനുഭവിക്കാവുന്ന എക്സ്ട്രീം ലെവൽ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിൽ എങ്ങനെയാണ് അവർ ചെന്ന് പെടുന്നത്, ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഇമോഷൻസ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് വരണം, ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് വരണം, സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് വരണം. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റില്ല, ഫോർച്ചുനേറ്റ്ലി, കാരണം ഈ എഴുത്തുകാരൻ അമ്മാതിരി എഴുത്തുകാരനാണ്. ഗംഭീരമായിട്ട്, അസാധ്യമായിട്ട് അത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്ര അടിപൊളി മേക്കിംഗ് ആണ്, അത്ര അടിപൊളി സ്ക്രിപ്റ്റ് ആണ്, അത്ര അടിപൊളി മ്യൂസിക് ആണ്, സൗണ്ടാണ്, അഭിനയമാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നായാട്ടുമായിട്ട് കണക്ട് ചെയ്യാനാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനേക്കാൾ മികച്ച സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇലവീഴ പുഞ്ചിറ ഒരു പക്ഷെ എന്നല്ല, ഉറപ്പായിട്ടും അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ലാത്ത സിനിമയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും നമ്മൾ എന്താ പറയാ, അത്രയും ശ്രദ്ധിക്കപ്പെടാത്ത അണ്ടർ റേറ്റഡ് മൂവി ആണ് ഇലവീഴ പുഞ്ചിറ. അതിൽ തന്നെ സൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള സൗണ്ടിങ്. പുള്ളിയുടെ എല്ലാ സിനിമയിലും അത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന അതിന്റെ സൗണ്ടിങ് ആയിരിക്കും. ഇലവീഴ പുഞ്ചിറക്ക് ഓഫ് കോഴ്സ് ആ മഴയും ആ ഇടിമിന്നലും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് നമുക്കറിയാം. ആൻഡ് അവിടെ ഉണ്ടാകുന്ന ഒരു ഭീകരത ഉണ്ട്, അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന നമ്മൾക്കത് ഭീകരത വ്യക്തമായിട്ട് കിട്ടും. ഇപ്പൊ റോന്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേ ഒരു നൈറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏകദേശം 25-30 വർഷത്തോളം ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 4-5 അല്ലെങ്കിൽ 6 മാസത്തെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു കഥാപാത്രം. അതിലൊരു കഥാപാത്രം വളരെ ചൊറിയനായിട്ടുള്ള, അങ്ങനെ എപ്പോഴും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം കഥാപാത്രമാണ്. മറ്റേ ആള് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഈ രണ്ട് ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ ഇവരെ രസമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് നമ്മളിലേക്ക് എത്താൻ പറ്റുമോ, അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആദ്യത്തെ കൈയടി കൊടുക്കേണ്ടത് ഈ സെലക്ഷനിൽ, അതായത് ഈ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്തതിലാണ്. നല്ല സിനിമകൾ കാണുന്ന സമയത്ത്, വളരെ മികച്ച സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഈ കഥാപാത്രം ഇവരല്ലെങ്കിൽ മറ്റാരും, വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് ദിലീഷ് പോത്തനും റോഷനും ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. റോഷൻ എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച നടനാണ്, അദ്ദേഹത്തിന് വേണ്ട പോലെ പലപ്പോഴും യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഒരു കാര്യം നടക്കുന്ന സമയത്ത് അയാൾ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നത്, അയാൾ പിന്നെ എന്തൊക്കെ പഠിക്കുന്നു, ഓരോ സാധനങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കാട്ടിക്കൂട്ടലുകൾ എന്തായിരിക്കാം, ഒരു എക്സ്പീരിയൻസിൽ അയാൾ അത് എങ്ങനെയായിരിക്കും ക്ലിയർ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് എനിക്ക് തുടങ്ങിയപ്പോൾ വളരെ ചൊറിയനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം അവസാനമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായി മാറി. അതൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. ഓഫ്കോഴ്സ് അത് ഭയങ്കരമായിട്ടുള്ള വയലൻസ് അങ്ങനെ പോകുന്ന സിനിമയൊന്നുമല്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ, ഇതുണ്ടാക്കുന്ന ഒരു പേടിപ്പെടുത്തലൊക്കെ ഉണ്ട്. അത് ഭീകരമായിട്ട് പ്രേതം വന്ന് പേടിപ്പെടുത്തല. ഇതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ വളരെ റിയൽ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ ചുറ്റും കാര്യങ്ങൾ എന്തായിരിക്കും തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. നമ്മളെ കൊണ്ട് അത് തോട്ട് പ്രോവോക്കിംഗ് എന്ന് പറയില്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അത്തരം ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ എഴുത്തുകാരൻ, ഇതിന്റെ ഡയറക്ടർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നുണ്ട്. അത് വളരെ ഭീകരമായിട്ടുള്ള, ഈ പറയുന്ന പോലെ എക്സ്ട്രീം ലെവൽ ഭീകരമായിട്ടാണ് ഇത് കാണിച്ചിരുന്നത്.
അതിൽ പെർഫോമൻസ് വഹിച്ചിരിക്കുന്ന പങ്ക് ഭയങ്കരമാണ്. ആൻഡ് ദിലീഷ് പോത്തനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസുകാരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന ഡയലോഗിൽ ഓഫ്കോഴ്സ് ചില സമയത്ത് നമുക്ക് ദേഷ്യമൊക്കെ വരും. അദ്ദേഹത്തിന്റെ ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒപ്പമുള്ള മറ്റു ക്യാരക്ടറിനെ എപ്പോഴും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ. പക്ഷെ അയാൾ ഒരു കാര്യം വരുമ്പോൾ അത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അവസാനം ഇവരുടെ ലൈഫിൽ ഈ ഒരു ഡേ നൈറ്റിൽ ഈ ഒരൊറ്റ റോന്ത് ചുറ്റലിൽ അവരുടെ അവർക്ക് വന്നു ചേരാവുന്നതിന്റെ മാക്സിമം സാധനം എല്ലാവർക്കും വന്നു ചേരുന്നുണ്ട്. അവിടെ അവിടെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ആ റിയലിസ്റ്റിക് എന്ന് പറയുന്ന വേർഡാണ്. വീണ്ടും അത്ര നാച്ചുറൽ ആയിട്ടാണ് ആ സാധനങ്ങൾ വന്നു തരുന്നത്. നമുക്ക് ഒട്ടും ഇതൊരു ഡ്രാമാറ്റിക് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. അത്ര റിയൽ ആയിട്ടാണ് കഥ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇവർ ചെയ്തിട്ടുള്ള ഹോംവർക്ക് അത്രയും ഉണ്ടാവാം. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു രസം ഈ പടം വന്ന സമയത്ത്, ഓക്കെ ഇതിന്റെ ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓ ഇത് കൊള്ളാലോ സംഭവം എന്നുള്ള സാധനം. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ സിനിമ കണ്ട പോലെയുള്ള ഒരു സംഗതി ഈ സിനിമയിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷെ അത് ഈ എല്ലാം കൂടി ചേർന്ന സമയത്ത് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താ പറയാ, ഒരുപാട് സിനിമകളിൽ ഒരു പക്ഷെ പല രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ആ ഇതൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഈ രീതിയിലുള്ള അത് സെയിം എക്സാക്ട് സാധനം എന്നല്ല, എന്നാൽ ആ രീതിയിലുള്ള പല സ്ഥലങ്ങൾ നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് അത്ര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം, തുടക്കം മുതൽ സിനിമയിലേക്ക് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു സിനിമ കാണുകയാണെന്നുള്ള ഫീലിന് അപ്പുറത്തേക്ക് നമ്മുടെ ഉൾബോധം മനസ്സിലായി എന്തായാലും ഇതുണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്ക് കാണുന്ന പ്രേക്ഷകൻ ആ അതിലൊരു കഥാപാത്രമായിട്ട് ഇരുത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ഈ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ആണെങ്കിലും റോഷന്റെ കഥാപാത്രമാണെങ്കിലും വന്നു പോകുന്ന മറ്റു കഥാപാത്രങ്ങളാണെങ്കിലും അവരുടെ മുമ്പിൽ നടക്കുന്ന ഈ ഭീകരമായിട്ടുള്ള ഇൻസിഡൻസ് ആണെങ്കിലും അത് കാരണം അവരുടെ ലൈഫിൽ വരുത്തി വെക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അവർ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രഷർ അവരെങ്ങനെയാണ് താങ്ങുന്നത്. ഇപ്പൊ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ജോലിയാണ്, ഓ ഒരു പോലീസുകാരൻ, പക്ഷെ അയാളുടെയൊക്കെ ഉള്ളിലെ അവസ്ഥ, അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത്, അവരുടെ ഇത്രയും വെറുപ്പിച്ചൊരു ജോലി വേറെല്ലാം തോന്നുന്ന കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങളൊക്കെ ഇത്തരം ഇൻസിഡൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷകന് ഓ ഇത് നമ്മുടെ ചുറ്റുമുള്ള ഏതോ ഒരു കഥാപാത്രമാണ്, നമുക്ക് അറിയുന്ന ഒരാളാണ്, അയാൾക്ക് അങ്ങനെ സംഭവിക്കുന്നു, സോ അത് ഭയങ്കര ഭീകരമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനി എന്ത് സംഭവിക്കും, ഇനി അടുത്ത് എന്തായിരിക്കും, ഇതിനി എന്താ ചെയ്യാൻ പോകും തുടങ്ങിയുള്ള ഒരു ടെൻഷനും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തി തീർക്കുന്നുണ്ട്. അത്ര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ആൻഡ് ഇതിന്റെ മ്യൂസിക്, സൗണ്ടിങ് അതിഗംഭീരം എന്നാണ് പറയുന്നത്. അതിഭീകരമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഈ ഇൻസിഡന്റുകൾ വീണ്ടും വീണ്ടും പറയാനുള്ളതാണ്, ഇൻസിഡന്റുകൾ ഒന്നും ഒന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ലാഗ് അടിക്കാതെ, 2 മണിക്കൂർ നേരമാണ് സിനിമ ഉള്ളത്, ലാഗ് അടിക്കാതെ നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തിക്കാന്നുള്ളത് എസ്പെഷ്യലി ഇങ്ങനെ വളരെ റിയൽ ആയിട്ട് പറയുന്ന കഥകളിൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പൊ അതിലൊക്കെ ഷാഹി കബീർ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിന്റെ എല്ലാം തിയേറ്ററിൽ കാണാനുണ്ട്. ആകെ ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലവീഴ പൂഞ്ചിറൊക്കെ പോലെ ഒരു അണ്ടർ റേറ്റഡ് മൂവി ആയി പോകുമോ എന്നുള്ളതാണ്. കാരണം ഇതിന്റെ കൂടെ വേറെ ഒരു സിനിമ വന്നിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, എന്താ വ്യസന സമേതം ബന്ധുമിത്രാദികൾ അതന്നെയല്ലേ പേര്. കോമഡി പടങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതലും അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കപ്പെട്ട് ആ രീതിയിലേക്കൊക്കെ പോകാറുണ്ട് പലപ്പോഴും. ഇത് അങ്ങനെ ഡൗൺ ആയി പോകേണ്ട ഒരു സിനിമയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര നല്ല സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. മാക്സിമം നിങ്ങൾ ഈ സിനിമ പോയി കാണാൻ ശ്രമിക്കുക. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 8 എന്തായാലും കൊടുക്കും. അതിന് മുകളിൽ കൊടുക്കാനുള്ള ആഗ്രഹം, മറ്റേ മിനിമം 8, അതിൽ കുറഞ്ഞ് ഒരിക്കലും ഒരാൾക്കും ഇതിന്റെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും 8.7 ഔട്ട് ഓഫ് 10 ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റേറ്റിംഗും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ചെയ്ത് കൊടുക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.